ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ സ്റ്റൈൽഡ് ബൈ ഗാർഗി. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സിറംസ് ഒക്കെയാണ് ഞാൻ എൻ്റെ ഡെയിലി സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് നയസിനമൈഡാണ്. ഞാൻ ഒരു 4 to 5 years ആയി കാണും നയസിനമൈഡ് എൻ്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ട്. ഇത് ഓർഡിനറിയുടെ നയസിനമൈഡ് സിറമാണ്. സോ നമുക്കിത് അൺബോക്സ് ചെയ്തുകൊണ്ട് പറയാം. സോ ഇതെൻ്റെ ഒരു 25th ബോട്ടിലൊക്കെ ആയിരിക്കും. ഞാൻ അത്രയും യൂസ് ചെയ്യുന്നതാണ് നയസിനമൈഡ്. പ്രത്യേകിച്ച് എൻ്റെ ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലൊരു സിറമാണ്. നിങ്ങൾ വേറൊരു സിറമും യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നയസിനമൈഡ് ഫോർ ഷുവർ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. നന്നായി ഓയിൽ കൺട്രോൾ ചെയ്യും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും, ആക്നെ റിഡ്യൂസ് ചെയ്യും. സോ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ AM ആൻഡ് PM റൂട്ടീനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ബെസ്റ്റ് സിറമാണ്. സോ നെക്സ്റ്റ് വൺ വന്നിട്ട് ഹൈലറോണിക് ആസിഡാണ്. ഇത് ഓർഡിനറിയുടെ അല്ല, ഇത് ഹിസ്ട്രി എന്ന് പറയുന്ന ഒരു കൊറിയൻ ബ്രാൻഡാണ്. ഹൈലറോണിക് ആസിഡ് ഞാൻ അധികമായിട്ടില്ല എൻ്റെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയിട്ട്. പക്ഷേ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടി ഒരു പ്ലംബി എഫക്റ്റ് കണ്ടിരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി എൻ്റെ ഫേസ് നല്ല വണ്ണം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്ലംബിനെസ് ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ കുറച്ചും കൂടി ഒരു പ്ലംബി, നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിരിക്കും, നല്ല വെള്ളമുള്ള പോലെ. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ, നല്ല ഗ്ലാസ് സ്കിൻ എഫക്റ്റ്. അതുപോലെ നിങ്ങളുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹൈലറോണിക് ആസിഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഹൈലറോണിക് ആസിഡ് ഇപ്പോൾ നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് AM റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു സിറമാണ്. അതായത് നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകി ഒരു ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ സിറം യൂസ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാണ്. സോ നെക്സ്റ്റ് വൺ വന്നിട്ട് റെറ്റിനോളാണ്. റെറ്റിനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 6 months അല്ലെങ്കിൽ ഒരു 1 year മാക്സിമം ആയിട്ടേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയറിൽ റെറ്റിനോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഇത് ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്യും, ഇടയ്ക്ക് യൂസ് ചെയ്യത്തില്ല, അങ്ങനെയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനാണ് എൻ്റെ പ്ലാന്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫേസ് ഫുൾ ഒരു ആക്നെ, ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണം വന്നൊരു ഇഷ്യൂ ആണ്. സോ അതുകൊണ്ട് ഞാനിത് വീണ്ടും എൻ്റെ ഒരു സ്കിൻ കെയർ റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സോ റെറ്റിനോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറം അല്ല റെറ്റിനോൾ. റെറ്റിനോൾ സിറം നിങ്ങൾ കുറേശ്ശെ നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സിറമാണ്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജിന് വരുന്നത്. ഇത് ഓർഡിനറിയുടെ റെറ്റിനോളാണ്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ റെറ്റിനോൾ ഏറ്റവും നല്ലത് നിങ്ങളുടെ നൈറ്റ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നതാണ്. കാരണം റെറ്റിനോൾ ഇട്ട് രാവിലെ പുറത്ത് പോകുന്നവരാണെങ്കിൽ സൺ എക്സ്പോഷറൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ അതുപോലെ യൂസ് ചെയ്യുന്നവരായിരിക്കണം. റെറ്റിനോൾ നിങ്ങൾ രാവിലെ യൂസ് ചെയ്യുവാണെങ്കിൽ സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോവുകയും ചെയ്യരുത്. സോ അതുകൊണ്ട് ബെറ്റർ നിങ്ങളിത് നൈറ്റ് സ്കിൻ കെയറിൽ യൂസ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് റെറ്റിനോൾ. സോ ഇത് നിങ്ങളുടെ റിങ്കിൾസിനെ കുറയ്ക്കാനും നിങ്ങളുടെ ആൻറ്റി ഏജിങ്ങിനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ നിങ്ങളുടെ ആക്നേസിനെ കൺട്രോൾ ചെയ്യാനും ആക്നെ വന്ന പാട് റിഡ്യൂസ് ചെയ്യാനും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറമാണ് റെറ്റിനോൾ. സോ എൻ്റെ ലാസ്റ്റ് പർച്ചേസ് വന്നിട്ട് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആണ്. ഇതൊരു ചെറിയ ബോട്ടിലാണ്. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇതിൻ്റെ വലിയ ബോട്ടിലാണ്. അപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും പർച്ചേസ് ചെയ്തതാണ് ഇത്. സോ മെയിൻലി ഞാൻ ഗ്ലൈക്കോളിക് വാങ്ങിക്കാൻ കാരണം ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇഷ്യൂ കാരണമാണ്. സോ മെയിൻലി ഞാനിത് അണ്ടർ ആംസിലും അതുപോലെ നമ്മുടെ എൽബോസിലൊക്കെയുള്ള ഹൈപ്പർ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഇതെനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രോബെറി സ്കിന്നാണോ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിലും ഇത് യൂസ് ചെയ്യാം. പക്ഷേ റെറ്റിനോൾ പോലെ തന്നെ നിങ്ങൾ കുറേശ്ശെ യൂസ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഗ്ലൈക്കോളിക്. ഡെയിലി നിങ്ങൾ ഇത് ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 7% എക്സ്ഫോളിയേറ്റിംഗ് ടോണറാണിത്. സോ അതുകൊണ്ട് 7% ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഡെയിലി നിങ്ങളുടെ സ്കിന്നിന് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ഇറിറ്റേഷനോ അല്ലെങ്കിൽ സ്കിന്നിൽ റിയാക്ഷനോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ റീസെൻ്റ്ലി ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് പെപ്റ്റൈഡ്സ്. ഇത് മെഡിക്യൂബ് എന്ന് പറയുന്ന ഒരു കൊറിയൻ ബ്രാൻഡിൻ്റെ പെപ്റ്റൈഡ് സിറമാണ്. പെപ്റ്റൈഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി നിങ്ങളൊരു ടീനേജറോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു 20 to 30 ഏജ് ഗ്രൂപ്പിലുള്ളവരോ ആണെങ്കിൽ നിങ്ങൾ പെപ്റ്റൈഡ് യൂസ് ചെയ്യണം എന്നില്ല. പക്ഷെ നിങ്ങളൊരു 30+ ഒക്കെ ആവുകയാണ്, നിങ്ങൾക്ക് നല്ല കൊളാജൻ ബൂസ്റ്റ് വേണം, സ്കിന്ന് ആൻറ്റി ഏജിങ് കൺട്രോള്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നല്ല റിങ്കിൾ ഫ്രീ ആയിട്ട് യൂത്ത്ഫുൾനെസ് ഫീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പെപ്റ്റൈഡ്സ്. പെപ്റ്റൈഡ്സ് നിങ്ങൾക്ക് രാവിലെയും യൂസ് ചെയ്യാം, നൈറ്റും നിങ്ങളുടെ സ്കിൻ കെയറിൽ യൂസ് ചെയ്യാം. ഇത് വന്നിട്ട്
കൂടുതലും പെപ്റ്റൈഡ്സ് വന്നിട്ട് ഈ ഒരു കളറായിരിക്കും. ഇത് ശരിക്കും ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. ആ 1 മന്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു കൊളാജൻ ബൂസ്റ്റ് നിങ്ങളുടെ സ്കിന്നിൽ ഫീൽ ചെയ്യും. സോ ഇത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു വീക്കിലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാളാണ്. സോ ഞാൻ ഡെയിലി ജോലിക്ക് പോകുമ്പോൾ രാവിലെ അപ്ലൈ ചെയ്യുന്നത് ഒന്നെങ്കിൽ നയസിനമൈഡ് അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് മാറി മാറി രാവിലെ ഫേസ് വാഷ് ചെയ്ത് സിറം അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ, അങ്ങനെയാണ് എൻ്റെ ഒരു പാറ്റേൺ. നൈറ്റ് വരുമ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഗ്ലൈക്കോളിക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, കാരണം അതൊരു എക്സ്ഫോളിയേറ്റിംഗ് ടോണറാണ്. സോ ഇപ്പോൾ ഒരു സൺഡേ ഞാൻ നൈറ്റ് ഗ്ലൈക്കോളിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അന്ന് വേറെ ഒരു സിറമും ഞാൻ ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യത്തില്ല. അന്ന് ഗ്ലൈക്കോളിക്ക് മാത്രമാണ്, കാരണം അത് സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് ഡേ നൈറ്റ് വന്നിട്ട് ഞാൻ റെറ്റിനോൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. റെറ്റിനോൾ എന്ന് പറയുമ്പോൾ ഇത് സ്കിൻ റിപ്പയറിങ് സിറമാണ്. സോ റെറ്റിനോൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയുള്ള 2 വീക്സ് നൈറ്റ് ഞാൻ നയസിനമൈഡ് അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. പിന്നെ വീണ്ടും 4th ഡേ ആണ് വീണ്ടും ഗ്ലൈക്കോളിക് സിറം യൂസ് ചെയ്യുക. അങ്ങനെയാണ്, കാരണം നമ്മൾ കണ്ടിന്യൂസ് ഗ്ലൈക്കോളിക് അല്ലെങ്കിൽ റെറ്റിനോൾ നമ്മുടെ വീക്ക്ലി സ്കിൻ കെയറിൽ നമ്മൾ ഉൾപ്പെടുത്തരുത്. സോ മെയിൻലി ഈ 5 സിറംസാണ് വീക്ക്ലി എൻ്റെ ഒരു സ്കിൻ കെയറിൽ ഞാൻ മാറി മാറി യൂസ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ സാലിസിലിക് സിറം, അങ്ങനെ ഒരുപാട് സിറംസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നവരുണ്ട്. വൈറ്റമിൻ സി ഞാൻ യൂസ് ചെയ്തിട്ട് അതെനിക്ക് സ്കിന്നിന് അലർജി അല്ലെങ്കിൽ റിയാക്ഷൻ പോലെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വൈറ്റമിൻ സി ഒഴിവാക്കിയത്. പക്ഷേ ഈ 5 എനിക്ക് കംഫർട്ടബിൾ ആണ്, എൻ്റെ സ്കിന്നിന് ഓക്കെ ആണ് ഇതുവരെ. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.